Hi, hello and assalamu alaikum. Welcome back to our channel. അപ്പോൾ ഇന്നൊരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ കെട്ടിത്തൂക്കി തല്ലിച്ചുട്ടത്. അപ്പോൾ നമുക്ക് പേര് കേട്ടാൽ തന്നെ അതേക്കുറിച്ച് വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ മാരിനേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു മാരിനേഷനാണ്. നമുക്ക് കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, വെല്ലുള്ളി, തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ നമുക്കൊരു പച്ച മസാലയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ നോർമലായിട്ട് ചേർക്കുന്ന പോലെ അടുത്ത പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, കാശ്മീരി അല്ലെങ്കിൽ മറ്റേ സാധാ നോർമൽ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി കുറച്ച് മതിയാവും, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഒരു കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്തിട്ട് നമ്മുടെ മിക്സ് റെഡിയായി. ഇതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഇതിലേക്കുള്ള മസാല റെഡിയായി. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് ലൂസാക്കാൻ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി കൊടുക്കുക. ഇത് ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു മസാല എന്ന് പറയുന്നത് വലിയ സിമ്പിളായിട്ടുള്ളൊരു മസാല തന്നെയാണ്. വലിയ പ്രത്യേകത ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ആ ഒരു കോട്ടിങ്ങാണ്. നമ്മളിത് എങ്ങനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുന്നു, നമ്മൾ തല്ലി നമ്മൾ ചിക്കനിൽ നന്നായിട്ട് ഈ ഒരു മസാല ചേർത്ത് പിടിപ്പിക്കുന്നതിനാണ് ഇതിനൊരു സ്പെഷ്യാലിറ്റി. പിന്നെ ഇതിൻ്റെ കുക്കിങ്ങിനുമാണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിന് ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മൾ നന്നായിട്ട് മസാല അതിൽ തേച്ച് പിടിപ്പിക്കുന്നു അത്രത്തോളം നമ്മുടെ ഒരു ചിക്കൻ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എല്ലായിടത്തും മസാല തേച്ച് പിടിപ്പിക്കുക. നമ്മൾ കാശ്മീരി ഇട്ട കാരണം നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് കഴിക്കാനും പറ്റും. നമ്മൾ കുറച്ച് എരിവ് ഇതിൽ ചേർത്തിട്ടുള്ളൂ. അത്ര സ്പൈസി അല്ലാത്തൊരു മസാലയാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇനി നമ്മളിതിലേക്കുള്ള ആ ഒരു കുക്കിങ്ങിനായിട്ടുള്ളൊരു ഓവൻ തയ്യാറാക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കുഴി കുത്തിയിട്ട് അതിൽ നല്ലതായിട്ട് ചിരട്ടിയും മറ്റേ ചകിരിയും ഒക്കെ കമ്പുകളൊക്കെ ഇട്ടിട്ട് അതൊന്ന് കനലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം. അപ്പോൾ തീ നന്നായിട്ട് കത്തിയിട്ട് അത് നന്നായിട്ട് കനലായിട്ടാണ് നമ്മൾ ചിക്കൻ ഇതിൽ വെക്കുന്നത്. അപ്പോൾ ഇവിടെ കനലാവുന്ന നേരം കൊണ്ട് നമുക്കതൊന്ന് റാപ്പ് ചെയ്തെടുക്കണം. അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് നമ്മുടെ ചിക്കൻ റാപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അത് പൊതിഞ്ഞ് കിട്ടണം. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് ഫോയിൽ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പൊതിയുക. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ചിക്കൻ നന്നായിട്ട് മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ കാലൊക്കെ നന്നായിട്ട് കെട്ടിയിട്ട് അതിൽ പൊതിഞ്ഞ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോയിൽ വെച്ചിട്ട് ഒരു കോട്ട് പൊതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കട്ടിയിൽ 2-3 വട്ടം ഒന്ന് പൊതിഞ്ഞ് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ കരിഞ്ഞു പോവും. അങ്ങനെ കുറച്ച് നേരം ഒന്ന് പൊതിഞ്ഞ് വെക്കാം. ചിക്കൻ നന്നായിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കനലിൽ കൊണ്ടുപോയി വെക്കാം. അപ്പോൾ എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാത്രിയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ കുറവ് നല്ലോണം ഉണ്ട്. അപ്പോൾ പുറത്തൊരു ബൾബൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഈ ഫോയിൽ കൊണ്ട് നമുക്ക് അറിയണില്ല ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുമെന്നൊരു പേടി കാരണം നമ്മളൊരു വാഴയുടെ ഇല വാട്ടിയിട്ട് അതിലൊന്നും കൂടി റാപ്പ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് ആണ് വെക്കണത്. അപ്പോൾ ഇത് വെക്കുമ്പോൾ ഒരു പേടി, ഇത് നമുക്ക് കരിഞ്ഞു പോകുമെന്നൊരു പേടിയുണ്ട്. അപ്പോൾ അത് കാരണം വാഴൻ്റെ ഇല ഒന്ന് വാട്ടിയിട്ടാണ് വെക്കുന്നത് ഒരു സേഫ്റ്റിക്ക്. അപ്പോൾ വാഴഞ്ചിലയിൽ റാപ്പ് ചെയ്തിട്ട് വീണ്ടും അലുമിനിയം ഫോയിലൊന്നും പൊതിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ ഇനി കനലിൽ കൊണ്ടുപോയിട്ട് വെക്കാം.
അപ്പോൾ അതിന് കുറച്ച് കനൽ മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആണ് നമ്മൾ ചിക്കൻ ഇറക്കി വെക്കുന്നത്. നമ്മൾ ചിക്കൻ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് കനൽ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ദമ്മ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കനൽ വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. ഇനി അതിൽ കടന്നിട്ട് നന്നായിട്ടത് കുക്കായിട്ട് കിട്ടണം. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനി നമ്മളൊരു തളിക അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. കുറച്ച് നന്നല്ലാത്ത പാത്രം വെച്ചാൽ മതിയാവും, കാരണം കരി പിടിച്ചാകെ ഇതാവും. അപ്പോൾ അത് വെച്ച് കൊടുക്കുക. ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ 2 മണിക്കൂർ സ്ലോ കുക്ക് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കിയൊരു ചിക്കനാണ്. അപ്പോൾ അത്രയും ടേസ്റ്റ് ആയിരിക്കും. കനലിലിട്ടിട്ട് പതുക്കെ വേവിച്ചെടുക്കുന്ന ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ അത് ഏകദേശം 2 മണിക്കൂർ നമ്മൾ അതിലിട്ടിട്ട് വേവിച്ചെടുത്തതാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വാഴയുടെ ചില ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ തുറക്കുന്നത് കുറച്ച് പണിയായിരുന്നു, കാരണം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. മസാലയും ചിക്കനൊക്കെ നല്ല രീതിയിൽ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്ലോ കുക്ക് ചെയ്തെടുത്ത കാരണം ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടെൻഡറായിരുന്നു. അതിന് മസാലയും മറ്റേ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. തൊടുമ്പത്തിന് ഇങ്ങനെ പൊട്ടിപ്പോകുന്ന രീതിയിൽ അത്രയും വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൊരിയിക്കേണ്ടവർക്കൊന്ന് മൊരിയിച്ച് കൊടുക്കാം. കണ്ടോ എത്രത്തോളം ചിക്കൻ സോഫ്റ്റാന്ന് നമുക്ക് കണ്ടാൽ അറിയാം. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ കുക്കിങ്ങിലും ഇതിൻ്റെ മസാല തേക്കലിലുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ സ്ലോ കുക്ക് ചെയ്തെടുത്ത കാരണം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീണ്ടും അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.